Hi students, welcome to ChemShore. Today we are discussing the mole concept. പൊതുവെ എല്ലാവർക്കും ഈ മോൾ കൺസെപ്റ്റ് ഐഡിയ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്താണ് ആ മോൾ കൺസെപ്റ്റ് എന്നുള്ള ഐഡിയ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നീറ്റിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ ആ ഐഡിയ നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. കംപ്ലീറ്റ് ക്ലിയർ, ഒരു ഡൗട്ടും ഇല്ലാതെ കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, സോ ടുഡേ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. 1 മോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ കൺസെപ്റ്റ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. സോ ലെറ്റ് us ഡിസ്കസ് ദ മോൾ കൺസെപ്റ്റ്. സപ്പോസ് ടു പെൻ, 2 പെന്നിന് നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പെയർ ഓഫ് പെൻ എന്ന് പറയാം. ഓക്കെ, 1 പെയർ പെൻ എന്ന് പറയാം. ഇഫ് ഐ ഹാവ് 2 പെൻ, ഇനി 12 പെന്നാണ് ഉള്ളതെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് 2 dozen, sorry not 2, it's 1 dozen pen. So ഈ 12 എന്ന് പറയുന്നതിനെയും 2 എന്ന് പറയുന്നതിനെയും നമ്മൾ കട്ട് ഷോർട്ട് ചെയ്തിട്ട് ഉള്ളതാണ് ഈ പെയറും ഡസണും. ഓക്കെ, അപ്പം 2 പെന്നിനെ പറഞ്ഞു 1 പെയർ പെൻ എന്ന് പറഞ്ഞു. അതേപോലെ 12 പെന്നിനെ പറഞ്ഞു 1 ഡസൻ പെൻ എന്ന് പറഞ്ഞു. അപ്പം എന്താണ് ഈ പെയർ ഡസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡസ് ഇറ്റ് മീൻ? ക്യാൻ യു സേ വാട്ട് ഡസ് ഇറ്റ് മീൻ? ദാറ്റ് ഈസ് ഫോർ 12. ദിസ് 12 എന്ന് പറയുന്നതിനെയാണ് ഇവിടെ ഡസൻ എന്ന് പറഞ്ഞ് നൊട്ടേറ്റ് ചെയ്തത്. അതേപോലെ 2 എന്ന് പറയുന്നതിന് പെയർ എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ക്ലിയർ ആയോ? നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്, ഇഫ് ഐ ഹാവ്, എൻ്റെ കയ്യിലുള്ളത് സപ്പോസ് ക്ലീൻ ചെയ്യാണ് ബോർഡ്, 6022126 13 14 15 16 23. So if I have this much of pen, okay, ഇത്രയും നമ്പർ പെൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും ഇതിനെ? ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 1 mole pen. Okay, is it clear? ഓക്കെ, സോ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു നമ്പർ, വി ക്യാൻ സേ ദിസ് നമ്പർ, ഈ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന, ഇപ്പം ഒരു പെന്നിനെ 2 പെന്നിനെ ഡിനോട്ട് ചെയ്തു. എന്താ പറഞ്ഞത്? 1 പെയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 പറയുന്ന, ഈ 2 എന്ന് പറഞ്ഞ നമ്പറിനെ പെയർ കൊണ്ട് പറഞ്ഞു. അതേപോലെ 12 പെന്നിനെ എന്ത് പറഞ്ഞു? ഡസൻ എന്ന് പറഞ്ഞു. ഡസൻ. ഓക്കെ, 12 എന്ന് പറയുന്ന നമ്പറിനെ ഡിനോട്ട് ചെയ്യാൻ ഡസൻ പറഞ്ഞു. സോ ലൈക്ക് ദാറ്റ് ദിസ് നമ്പർ ഇസ് ഡിനോട്ടഡ് ബൈ എ വേർഡ് ദാറ്റ് ഈസ് കോൾഡ് മോൾ. ഈ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു വേർഡാണ് മോൾ. ദാറ്റ് ഈസ് ദ മോൾ. ഇതിനെന്ത് പറയും? 1, ഇത്ര പെൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഓക്കെ, ഇത്ര പെൻസ് ഉണ്ട്, ഇത്രയും നമ്പർ ഓഫ് പെൻസ് ഉണ്ട്, 6022 ഇത്രയും പെൻസ് ഉണ്ടാവുമ്പം എന്ത് പറയും? ഇത്ര പെൻസ് ഉണ്ട്, അതിന് പറയും 1 മോൾ പെൻ എന്ന് പറയും. അപ്പോൾ മോൾ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന
ഒരു കൺസെപ്റ്റ്. ഈ ഒരു നമ്പർ, ഈ ഒരു നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. ഈ ഒരു നമ്പറിനെ എങ്ങനെ എഴുതാം? 6.022 ഇൻറ്റു 10⁻23 എന്ന് പറഞ്ഞെഴുതാം. ഓക്കെ, 6.022 ഇൻറ്റു 10⁻23 ഇങ്ങനെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന വേർഡാണ് മോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ക്ലിയർ ആയിട്ട്. അപ്പം ഇവിടുന്ന് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ക്വസ്റ്റ്യൻസ് വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ 6.022 ഇൻറ്റു 10⁻23 ഇപ്പോൾ പറയുന്ന നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്ത് പറയും. ദിസ് ഇസ് കോൾഡ് അവഗാഡ്രോ നമ്പർ ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ NA. ഓക്കെ, അപ്പം ഈ ഒരു രണ്ട് പെൻ ഉണ്ടാകുമ്പോൾ 1 പെയർ പെൻ പറഞ്ഞു. 12 പെൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു 1 ഡസൻ പെൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ര പെൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു 1 മോൾ പെൻ എന്ന് പറഞ്ഞു. അപ്പോൾ മോൾ എന്ന് പറയുന്നത് ഇത്രയും നമ്പറാണ്. അത് പെന്നാവാം, പെൻസിലാവാം, എന്തും ആവാം. ഓക്കെ, ഇനി എന്താണ് അതിൻ്റെ ഡിഫറൻസ്? സപ്പോസ് എൻ്റെ കയ്യിൽ ബുക്കും പെൻസിലും എടുക്കണ്ട, ഒരു ബുക്കും പെന്നും എടുക്കാം. ഓക്കെ, സപ്പോസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര 1 മോൾ പെന്ന് ഉണ്ടെന്ന് വിചാരിക്കാം. അതേപോലെ തന്നെ 1 മോൾ ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 1 മോൾ പെൻ ആൻഡ് 1 മോൾ ബുക്ക്. ഓക്കെ, റൈറ്റ്. സോ ഈ 1 മോൾ പെൻ എന്ന് പറയുമ്പം എത്ര ഉണ്ടാവും പെന്ന്? നിങ്ങൾക്കറിയാം, ഇപ്പം 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് പെൻസ് ഉണ്ടാവും. അപ്പം ഒരു പെന്ന്, 2 പെന്ന്, 3 പെന്ന്, 4, 5, 6 അങ്ങനെ ഇത്രയും നമ്പർ ഓഫ് പെൻസ് ഉണ്ടാവും എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, 1 മോൾ പെൻ. ഇനി likewise 1 മോൾ ബുക്ക്, വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് അത് മീൻ ചെയ്യുന്നത്? ഇത്രയും എമൗണ്ട്, സെയിം തിങ്, ദറ്റ് ഈസ് ഇത്രയും എമൗണ്ട് എന്തുണ്ടാവും? ബുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പം രണ്ടിലും 1 മോളാണ്. അപ്പം എന്താണ്? നമ്പർ ഓഫ് പെൻ ആൻഡ് ബുക്ക് ആർ സെയിം. ഇവിടെ എത്രയാണോ പെന്നുള്ളത് അത്ര തന്നെയാണ് ബുക്കുള്ളത്. അപ്പം ഈ ഒരു നമ്പർ ഓഫ് 1 മോൾ പെൻ ആൻഡ് 1 മോൾ ബുക്ക് എന്ന് പറയുമ്പം നമ്പർ അവിടെ സെയിം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ മോൾസ് ഓഫ് എനി 2 or more സബ്സ്റ്റൻസ് മേ ഓർ മേ നോട്ട് ഹാവ് ഈക്വൽ മാസ്. ഇവിടെ എന്താണ്? നമ്പർ ഓഫ് പെൻസും നമ്പർ ഓഫ് ബുക്സും ഈക്വൽ ആണ്. 1 മോൾ എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം ആണ്. ആ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ എന്താണ്? ഓൺലി ദ നമ്പർ ഇസ് ദ സെയിം. ഇനി മാസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? മാസ് 1 മോൾ പെന്നിനും 1 മോൾ ബുക്കിനും മാസ് സെയിം ആണോ? ഇസ് ദ മാസ് സെയിം ഫോർ 1 മോൾ ബുക്ക് ആൻഡ് 1 മോൾ പെൻ? Can you say? No, it's not same. That is the concept, mole concept. That is the mole concept relates only with the number. That is this number. ഈ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് മാത്രമാണ് മോൾ. അപ്പം അത്രയും നമ്പർ സാധനങ്ങളുണ്ട് എന്നാണ്, അത്രയും പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ഇവിടെ പെന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഇവിടെ ബുക്കും. അപ്പം ഇത്രയും പെന്നുണ്ട് എന്ന് മാത്രം പറയുന്നു. ഇവിടെ 1 മോൾ ബുക്ക് എന്ന് പറയുമ്പം ഇത്രയും എമൗണ്ട് ഓഫ് ബുക്ക് ഉണ്ടെന്ന് പറയുന്നു. അല്ലാതെ അവിടെ മാസ് അതിൻ്റെ സെയിം ആവില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് പെൻസ് ആൻഡ് നമ്പർ ഓഫ് ബുക്സ് ആർ സെയിം. ദാറ്റ് ഈസ് 1 മോൾ പെൻ 1 മോൾ ബുക്കിൽ എന്താണ്? നമ്പർ സെയിം ആണ്. അതിൽ ഇത്രയും എമൗണ്ട് ഓഫ് പെന്നാണ് ഉണ്ടാവുക. ഓക്കെ, ബട്ട് വാട്ട് ഈസ് ദ മാസ്? What about the mass? Mass is the same? No, mass is different. Okay, 1 മോൾ ബുക്കിൽ ആയിരിക്കും എപ്പോഴും മാസ് കൂടുക പെന്നിലേറെ. ഓക്കെ, റൈറ്റ്. ദാറ്റ് ഈസ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ മോൾ കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് മോളിക്യൂളിലോട്ട് പോവാം. ഓക്കെ,
ഇപ്പോൾ 1 മോൾ മീഥേൻ എടുക്കാം, CH4. സോ 1 മോൾ മീഥേൻ എടുത്തിട്ടാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 1 മോൾ മീഥേൻ. 1 മോൾ CH4. 1 മോൾ CH4 മോളിക്യൂൾ എടുക്കാം. ഓക്കെ, റൈറ്റ്. സപ്പോസ് 1 മോൾ CH4 മോളിക്യൂൾ എടുത്തു. അപ്പോൾ 1 മോൾ എന്ന് പറയുമ്പം അതിൽ എത്ര കണ്ടൻറ്റ് ഉണ്ടാവും? 6.022 × 10⁻23. ഓക്കെ, ഒരു മോൾ എന്ന് പറഞ്ഞാൽ അത്രയുമാണല്ലോ. അപ്പോൾ ഇതിൽ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇതിൻ്റെ ഓരോ കാൽക്കുലേഷൻസ് ആണ്. അപ്പം ഈ ഓരോ കാൽക്കുലേഷൻസും നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് കിട്ടി എന്നാണ് വിചാരിക്കേണ്ടത്. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് യാതൊരു ഡൗട്ടില്ല എന്നാണ് നിങ്ങൾ സ്വയം കോൺഫിഡൻ്റ് ആവണം. ഓക്കെ, റൈറ്റ്. സോ ഇവിടെ 1 മോൾ CH4 മോളിക്യൂൾ ഉണ്ട്. ഓക്കെ, 1 മോൾ എന്ന് പറയുമ്പം 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാവും അതിൽ. ഓക്കെ, റൈറ്റ്. ഇനി ഞാനിവിടെ എടുക്കുന്നത് 6.022 × 10⁻23 CH4 മോളിക്യൂൾ എടുക്കും. ഓക്കെ, 23 ആണ് ഇവിടെ. ഓക്കെ, ഓക്കെ, ഇവിടെ 6.022 × 10⁻23 sorry okay, it's very difficult to write. So okay, so 1 mole CH4 means what does it contain? 1 mole means 6.022 × 10⁻23 molecule. Okay, right. So here we can see 6.022 × 10⁻23 CH4 molecule, right? Okay, 6.022 × 10⁻23 CH4 molecule. Okay, now next, how many carbon atoms are present in 1 mole of CH4? That is, in 6.022 × 10⁻23 CH4 molecule, how many carbon atoms are present? അതാണ് കാർബൺ ആറ്റം എത്ര ഉണ്ടെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഒരു മോളിൽ എത്ര ഉണ്ട് നോക്കാം. ഒരു മോളിൽ എത്ര ഉണ്ട്? ഒരു കാർബൺ ആറ്റാണ് ഉള്ളത്, CH4 മീഥേൻ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എത്ര മോളിക്യൂൾ ഉണ്ടെന്നാണ് പറഞ്ഞത്? 6.022 × 10⁻23 CH4 മോളിക്യൂൾ. അപ്പം എന്തായിരിക്കും? ഒരു മോളിൽ ഒരു കാർബൺ ആണെങ്കിൽ, ഒരു മോളിൽ ഒരു കാർബൺ ആണെങ്കിൽ 6.022 × 10⁻23 CH4 മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എങ്ങനെ കണ്ടുപിടിക്കും? That is 1 into this Avogadro number. That is the 1 Na into 1 carbon. That is 1 mole carbon atom എന്ന് പറയും അതിന്. അതാണ് 1 mole carbon atom അല്ലേ? Avogadro number എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോളാണ്. അപ്പോൾ that is equal to 1 mole carbon atom. മനസ്സിലായോ? അതായത് 1 mole CH4ൽ എത്ര കാർബൺ ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, ഒരു മോൾ CH4ൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക ഫസ്റ്റ്. എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഒരു കാർബൺ ആറ്റം. ഇനി ഇവിടെ ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കുന്നത് എന്താണ്? 6.022 × 10⁻23 CH4 മോളിക്യൂളിൻ്റെ കേസിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1 മോളിൽ ഒരു കാർബൺ ആറ്റമാണ്. സോ 6.022 × 10⁻23 CH4 മോളിക്യൂൾ എത്രയായിരിക്കും? 1 കാർബൺ ആറ്റം ഇൻറ്റു ദിസ് നമ്പർ. ഓക്കെ, ദാറ്റ് ഈസ് Avogadro നമ്പർ. 1 കാർബൺ ഇൻറ്റു Na. അതിന് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്ത് പറയാം? 1 മോൾ കാർബൺ ആറ്റം ആണെന്ന് പറയാം. കാരണം 1 ഇൻറ്റു Na ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? Na ഇൻറ്റു 1 കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് Na തന്നെയാണ് അല്ലേ? അപ്പോൾ അതിനെ പറയാം 1 മോൾ കാർബൺ ആറ്റം എന്ന് പറഞ്ഞൂടെ? അങ്ങനെ പറയാം.
ഓക്കെ, അങ്ങനെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് we are going to checking the number of hydrogen atom present in this much amount of molecule. Okay, that is, how many hydrogen atoms are present in 1 mole? In 1 mole 4 hydrogen atom. Okay, is that right? 4 hydrogen atom. ഇനി ഇവിടെ എത്ര മോളിക്യൂൾ ഉണ്ട് ഇവിടെ തന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നത് ഇത്രയും മോളിക്യൂളാണ്. അപ്പം 4 ഇൻറ്റു ദിസ് അവഗാഡ്രോ നമ്പർ, 4 ഇൻറ്റു Na ഹൈഡ്രജൻ ആറ്റം. അപ്പം ഒരു അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ 1 മോളാണ് അല്ലേ. മോൾ എന്ന് പറഞ്ഞാൽ ഈ നമ്പറാണ്, ഈ എണ്ണേനെയാണ് നമ്മൾ മോൾ എന്ന് പറയുന്നത്, 1 മോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 4 എണ്ണ ഉണ്ട്. 4 എണ്ണ ഉണ്ടെങ്കിൽ എന്ത് പറയാൻ പറ്റും, 4 മോൾ ഉണ്ട് എന്ന് പറയാൻ പറ്റും. 4 ഇൻറ്റു Na hydrogen atom is present in this much amount of CH4 molecule. Hence we can say that 4 mole. Okay, right. 1 മോൾ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പറാണ്. അപ്പം 4 അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, 4 മോളാണ്. സിമ്പിളാണ് കൺസെപ്റ്റ്, ക്ലിയർ ആയാൽ വളരെ സിമ്പിളാണ്. ഇനി അടുത്ത നോക്കാം, എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഇലക്ട്രോൺസിൻ്റെ എണ്ണം എങ്ങനെയാണ് നോക്കുക, കാർബണിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ചെക്ക് ചെയ്യാം. കാർബണിൻ്റെ കേസിൽ ആറ്റോമിക് നമ്പർ ഇസ് 6 and mass number is 12. So mass number means proton plus neutron and atomic number is proton. So this is a neutral atom. In a neutral atom, number of proton is equal to number of electron. Okay, right. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ എത്ര ആയിരിക്കും, 6 ആണ് ഇലക്ട്രോൺ. In 1 mole CH4, that is 6 electrons. Okay, for കാർബണിൻ്റെ കേസിൽ 6 electrons. ഇനി ഹൈഡ്രജൻ്റെ കേസിലെടുക്കാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര മോളാണ് ഉള്ളതെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 1 മോളിൻ്റെതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ 1 മോളിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്, 4 ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ ഇസ് 1 ആൻഡ് മാസ് നമ്പർ ഇസ് 1. ഇറ്റ് ഇസ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. ഓക്കെ, റൈറ്റ്. സോ ഇവിടെ ന്യൂട്രോൺ ഇല്ല, പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, ന്യൂട്രോൺ ഇല്ല. Atomic number is 1 and mass number is 1 and number of electron is also 1. Okay, that is proton is equal to electron for a neutral element. So carbon is also neutral element and hydrogen is also a neutral element. Okay, right. So here the total number of, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്, 4 ഹൈഡ്രജൻ, റൈറ്റ്. ഇപ്പോൾ 4 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 1 ഇൻറ്റു 1 ഇലക്ട്രോണാണ് ഒരു ഹൈഡ്രജനിലുള്ളത്. അപ്പോൾ 4 ഹൈഡ്രജനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, 4 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ. അപ്പം ഇതിൽ കാർബണിൽ 6 ഇലക്ട്രോൺ, ഹൈഡ്രജനിൽ 4 ഹൈഡ്രജനിൽ 4 ഇലക്ട്രോൺ. 6 + 4 10. ഓക്കെ, 10 ഇലക്ട്രോൺസ് ഉണ്ട് ടോട്ടലി 1 മോൾ. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ 1 മോളിൽ 10 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 6.022 × 10⁻23 CH4 മോളിക്യൂൾ ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 6.022 × 10⁻23 CH4 മോളിക്യൂളിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും, ദാറ്റ് 10 ഇലക്ട്രോൺ ഇൻറ്റു ദിസ് അവഗാഡ്രോ നമ്പർ. ഓക്കെ, അപ്പോൾ ഇവിടെ 10 അവഗാഡ്രോ നമ്പർ ഉണ്ടെങ്കിൽ 10 അവഗാഡ്രോ നമ്പർ ഉണ്ട്. അപ്പോൾ ഒരു അവഗാഡ്രോ നമ്പർ ആണല്ലോ മോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ 10 ഉണ്ടെങ്കിൽ എന്താണത്, 10 മോളാണ്. വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് 10 മോൾ. ഓക്കെ, നെക്സ്റ്റ്, ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലെങ്കിൽ ചോദിക്കാം. ഇനി ഇനി എന്താണ് കണ്ടുപിടിക്കുന്നത്, പ്രോട്ടോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. അപ്പോൾ കാർബണിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കണ്ടുപിടിക്കുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞ അതേപോലെ
കാർബണിൽ നോക്കാം, ഇത് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു ഇലക്ട്രോൺ. ഇനി കാർബൺ 12 ആണ്, ഇത് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. എന്താണ് ഇത് പ്രോട്ടോൺ. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ കേസിലും പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു ഇലക്ട്രോൺ. സെയിം, പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്? 6 കാർബണിൽ. ഹൈഡ്രജൻ്റെ കേസിലോ പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു ഇലക്ട്രോൺ. ഇതാണ് പ്രോട്ടോൺ, ആറ്റമിക് നമ്പറാണ് അല്ലേ, ആറ്റമിക് നമ്പറാണ്. 4 ഹൈഡ്രജൻ്റെ, സോ 6 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഓക്കെ, സെയിം ഇലക്ട്രോണിൻ്റെ അതേ എണ്ണം തന്നെയാണ്. അപ്പോൾ 10 ആണ്. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻ 1 മോൾ ഇസ് 10. ഓക്കെ, ഇനി ഇവിടെ ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഏതാണ്? 6.022 × 10⁻23 CH4 മോളിക്യൂളാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം 6.022 × 10⁻23 CH4 മോളിക്യൂൾ എത്ര ഉണ്ടാവും? 10. ദാറ്റ് 10 ഇലക്ട്രോൺ ഇൻറ്റു ദാറ്റ് അവോഗാഡ്രോ നമ്പർ. ഓക്കെ, റൈറ്റ്. സോ എന്നെ കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ എത്ര മോൾ ഉണ്ടെന്ന് പറയാം? 10 മോൾ ഉണ്ടെന്ന് പറഞ്ഞൂടെ? ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് കൺസെപ്റ്റ്, ന്യൂട്രോൺസ് എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ന്യൂട്രോൺസ് എത്ര ഉണ്ടാവും? ഹൈഡ്രജൻ്റെ കേസിൽ ന്യൂട്രോൺ ഇല്ല. ഓക്കെ, അപ്പോൾ ന്യൂട്രോൺസ് ഉണ്ടാവില്ല ഹൈഡ്രജനിൽ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, ന്യൂട്രോൺ ഇല്ല. അപ്പം കാർബണിൽ എത്ര ഉണ്ടാവും? 6 എണ്ണം ഉണ്ട്. 6 ഇവിടെ 6 + 6 12. പ്രോട്ടോണും ന്യൂട്രോണിൻ്റെയും എമൗണ്ടാണ്. അപ്പം ഹൈഡ്രജനിൽ ഇല്ല ന്യൂട്രോൺ. ഓക്കെ, റൈറ്റ്. അപ്പോൾ 6 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺ. സോ 6 ആകുമ്പം ഇവിടെ എങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? 6.022 × 10⁻23 CH4 മോളിക്യൂൾ എത്ര ഉണ്ടാവും? ദാറ്റ് 6 ന്യൂട്രോൺ ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. അപ്പോൾ ഇതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 6 സ്മോൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് മോൾ എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളതാണ്. അപ്പോൾ മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു നമ്പർ 6.022 × 10⁻23 എന്ന് പറഞ്ഞ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന വേർഡാണ് മോൾ. ഓക്കെ, ഇനി നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ അവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് മോൾ എന്നുള്ള ഡെഫിനിഷൻ? മോൾ കൺസെപ്റ്റ് ഇതാണ്. അതിൻ്റെ നോട്ട്സ് ഞങ്ങൾക്ക് ഇങ്ങനെ റഫായിട്ട് എഴുതി വെച്ചാൽ മതി. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ് നീറ്റിൻ്റെ ക്രാഷ് കോഴ്സ്. കൺസെപ്റ്റും അതേപോലെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസും, തിയറിയും അതേപോലെ ഡീപ്പായിട്ട് തിയറിയിലോട്ട് പോയ ഡെറിവേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. സോ 1 മോൾ എന്ന് പറയുമ്പം 6.022 × 10⁻23 പാർട്ടിക്കിൾസ് അതിലുണ്ടാവും. That is denoted by Avogadro number. So in your NCERT textbook, it is defined as, mole is defined as what? 1 mole is defined as the number of particles present in 12 gram of carbon 12 isotope. അപ്പം carbon 12 ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ കാർബണിന് ഐസോട്ടോപ്സ് ഉണ്ട്, carbon 12, 13, 14. carbon 12 പാർട്ടിക്കിൾസ് എത്രയായിരിക്കും? ഈ പാർട്ടിക്കിൾ തന്നെ ആയിരിക്കും 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലാവും? അപ്പോൾ 1 mole is defined in your NCERT textbooks like this. 1 mole is defined as the number of particles present in 12 gram of carbon 12 isotope. carbon 12 ഐസോട്ടോപ്പിൽ 12 gram of carbon 12 isotope. ഇത് 12 gram എന്ന് പറയുന്നത് carbon 12 ഐസോട്ടോപ്പിൻ്റെ മാസ്സാണ്. 12 gram ആയിരിക്കും. അതിലുള്ള എമൗണ്ടാണ് 1 മോൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഈ കാർബൺ 12 ഐസോട്ടോപ്പിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയായിരിക്കും? 6.022 × 10⁻23. എല്ലാത്തിനും ഒരു റെഫറൻസ് വെച്ചിട്ടാണ് കെമിസ്ട്രിയിൽ പറയാറുള്ളത്. അപ്പോൾ ഇവിടെ കാർബൺ 12 വെച്ചിട്ടാണ് ഇതിനെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ മോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടണം. അതാണ് അതിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കാം. പിന്നെ മാസ് ഡിഫറെൻ്റ് ആയിരിക്കും. 1 മോൾ പെന്നിലും അതുപോലെ 1 മോൾ ബുക്കിലും മാസ് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഈ ഒരു കൺസെപ്റ്റും കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ.
Okay, fine. So you can continue in the next video. Thank you.